നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൺഈവൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനായി തുണിയുടെ മേലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അൺഈവൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈവൻ അല്ലാത്തതെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈവൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം പറ്റിയാണ് അൺഈവൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈവൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റണ്ണിങ് സ്റ്റിച്ചും ഈവൻ സ്റ്റിച്ചും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് അൺഈവൻ സ്റ്റിച്ചായിട്ട് വരിക. ആദ്യം തന്നെ സൂചി താഴെ നിന്നും കുത്തിമേലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം ഇതുപോലെ നമ്മൾ കുറച്ച് വീതിക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അത് ഈവൻ സ്റ്റിച്ചാണ്. അതിനുശേഷം നമ്മൾ ചെറിയൊരു വീതിക്ക്, ആദ്യം ഇട്ടിനേക്കാളും ചെറിയൊരു വീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റണ്ണിങ് സ്റ്റിച്ചാണ്. നടുഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് വരത്തക്ക രീതിയിൽ വേണം ഈ സ്റ്റിച്ച് രണ്ടും ഇട്ട് കൊടുക്കാൻ. ആദ്യം ഇതുപോലെ കുറച്ച് വീതി കൂട്ടി ഒരു സ്റ്റിച്ച് ഇടുക, അതായത് ഈവൻ സ്റ്റിച്ച്. അതിനുശേഷം വീതി കുറച്ച് ഒരു സ്റ്റിച്ച് ഇടുക, അത് റണ്ണിങ് സ്റ്റിച്ച്. അതുപോലെ വലുതും ചെറുതുമായിട്ട് അങ്ങനെ സ്റ്റിച്ചിട്ട് പോവുകയാണ് അൺഈവൻ സ്റ്റിച്ചിൽ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ചിടുമ്പോഴാണ് അത് അൺഈവൻ സ്റ്റിച്ച് ആവുന്നത്. സ്റ്റിച്ച് പൂർണ്ണമായി ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാകും കാണാൻ. അൺഈവൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും നമ്മൾ അൺഈവൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. അൺഈവൻ സ്റ്റിച്ച് പൂർണ്ണമായി ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാകും കാണാൻ. കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ അൺഈവൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.